അപ്പോൾ നമ്മൾ നാട്ടിൻ്റെ കാല് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകണം. ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കാലാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാക്കി നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതുണ്ടല്ലേ ബ്ലൂ കളറ്, ഇത് മുനിസിപ്പാലിറ്റി സീല് വെച്ച് കൊടുത്താണ് സംഭവം. നമുക്ക് നല്ല വൃത്തിയാക്കുന്ന കഴിവ്, അതിൻ്റെ റോമൊക്കെ ഉണ്ടാവുമല്ലോ. ഏത് ശബാ ഇത് ഒറ്റയ്ക്ക് ചെയ്ത് തീരില്ല, ഓരോന്നിടത്ത് വൃത്തിയാക്കണം. ഈ രോമം പോണെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ ഈ കച്ചറയൊക്കെ ഒന്ന് പതുക്കെ അറുത്തെടുത്താൽ ഇതൊന്നും വേണ്ടാത്തതാണ്. ഇതൊക്കെ ശരി ക്ലീൻ ചെയ്ത് തീർക്കേണ്ടതാണ്. ഇതൊക്കെ കൊഴുപ്പാണ്, ഇത് കളയണം. നമ്മൾ കൊഴുപ്പിരുന്നോട്ടെ, അപ്പോൾ നെയ്യ് ഇങ്ങനെ ഉരുകി വരുള്ളൂ. അപ്പോൾ നാട്ടിലെ കാലൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലൊരു വരയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. നമുക്കിത് നല്ലപോലെ ഒന്ന് വരയിട്ടെടുക്കണം, എങ്കിലേ ഉള്ളൊക്കെ ശരിക്കും വേകുള്ളൂ. രണ്ട് സൈഡ് ഇട്ട് എടുക്കണം. അപ്പോൾ ശരിക്കും ഒരുപാട് വീതി ആയാലും വേകാൻ പാടായിരിക്കും. നമ്മൾ ലാസ്റ്റ് കാലും വരയിട്ടുകൊണ്ടിരിക്കണം. കഴിഞ്ഞു. മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. റെഡി. നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടിയാണ് കൂട്ടുന്നത്. മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഒരു അല്പം കൂടുതലുണ്ട്, കാരണം ഈ മുളക് പൊടിക്ക് എരിവില്ലേ, കാശ്മീരിയാണേ, നല്ല കളറുണ്ടാവും അതിനകത്ത്. ഗരം മസാല കൊടുത്തിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നാരങ്ങ നീര് താഴെപ്പോണം. ഇനി കുറച്ച് വെളുത്തുള്ളി പേസ്റ്റാണത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സാധനം കൂടി ചേർത്തണം, ഒരല്പം വെളിച്ചെണ്ണ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആട്ടിൻ്റെ കാലിൽ തേച്ച് പിടിപ്പിക്കാം നല്ലപോലെ. ഇനി നമുക്കിതിൽ മസാല തേച്ച് കൊടുക്കാം. ഈ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ഇറങ്ങണം മസാല, എങ്കിലേ സാധനം ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഉപ്പൊക്കെ നോക്കി, അടിപൊളി സംഭവം, അടിപൊളിയായിട്ട് മസാല. നമ്മുടെ മസാല കറക്റ്റാണ്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ഇരിക്കട്ടെ, എങ്കിലേ ശരിക്കും മസാല ഇതിനകത്ത് പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഗ്രില്ലാക്കി എടുക്കാനായിട്ട് അടുപ്പൊന്ന് സെറ്റ് ചെയ്ത്, അടുപ്പല്ല നമ്മൾ കരി കൂട്ടിയിട്ടാണ്, കരി കൊണ്ടാണത് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇത്തിരി പൊക്കത്തിൽ വെച്ചാലേ കരിയാതെ കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കരി കൊണ്ട് കുറച്ച് കനലുണ്ടാക്കിയെടുക്കണം. നമുക്ക് കരി ഒന്ന് പിടിപ്പിക്കാം. കുറച്ച് ചിരട്ടിയിട്ട് കത്തിച്ചാൽ പെട്ടെന്ന് പിടിക്കും. കർപ്പൂരമാണ് ഇടുന്നത്. നല്ല കാറ്റുണ്ട് ഇവിടെ, മഴ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഇതുണ്ടാക്കി കഴിച്ചിട്ടേ പോകുള്ളൂ. ഇവിടെ നിന്ന് നല്ല കാറ്റടിക്കുന്നുണ്ട്. കരി പൊട്ടിക്കട്ടെ. കരിന് മുകളിലേക്ക് വെച്ച് കൊടുത്താൽ ചിരട്ട കത്തി കരി പിടിച്ചോളാം. നമ്മുടെ കരിയെ കത്തി പിടിച്ചിട്ടുണ്ട്. ചിരട്ടയൊക്കെ ഇട്ട് പെട്ടെന്ന് കത്തിയതാണ്. കരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല കനലാണ്. നമ്മുടെ കരിയൊക്കെ ഇപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. പരത്ത് പിടിച്ച് വെച്ചാൽ നമുക്കിത് ഫ്ലാറ്റ് വെച്ച് കൊടുക്കാം. ഇത് താന്ന് പോകാണ്ടിരിക്കാനേ. മുളപടിയാണെങ്കിൽ വെച്ചാൽ മതി. അവൻ 2 ഇരുമ്പ് കഷ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നത് മാത്രം. ഇനി നമുക്കിതിന് മുകളിൽ ഗ്രില്ല് വെച്ച് കൊടുക്കാം. നമ്മുടെ കരി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് പിടി രതീഷേ, മതി. ഇനി അങ്ങനെ കത്തിക്കോളും. ഞാൻ നല്ല വെച്ച് കൊടുക്കട്ടെ. 4 തന്നെ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയുമ്പോഴേക്കാവും. ഒരു മണിക്കൂർ കനലിൽ പതുക്കെ ചൂടാക്കി അപ്പുറം മറിച്ച് കൊടുത്താൽ നല്ല ഉഷാറായി വന്നോളും.
നമുക്ക് ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ കരിയാൻ തുടങ്ങി. കരിയില്ല, എന്താ ആ ഒരു ചെറിയൊരു ഇതുണ്ടാവും, കാര്യമില്ല. അത് ഗ്രില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ശരിയായില്ലല്ലോ. ലേശം വെളിച്ചെണ്ണ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ തീ കത്തരുത്. തീ കത്തിയ പ്രശ്നമാണ്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത് കരിയും പിന്നെ ഉള്ളു വേകുമില്ല. ഒരു മണിക്കൂർ കത്തണം, എങ്കിലും ശരിയാവണം. വെന്തുട്ടാ. ഇനി ഒരു 10-15 മിനിറ്റ് വെച്ചാൽ കറക്റ്റായി. പക്ഷെ എണ്ണ പോരാ, കുറേശ്ശെ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ആ കനലിൽ വീണ് കനൽ കത്തും. കനൽ കത്തരുത്, കത്തിയാൽ പെട്ടെന്ന് കരിയും. എന്തായാലും കരിയും, പക്ഷെ അങ്ങനെ കരിയാനും പാടില്ല, വേവും ചെയ്യണം. അതെ, കരിച്ചാൽ പോയി. കരിഞ്ഞാൽ പിന്നെ ഇതായില്ലേ. ഈ ഒരു ഇതെന്തായാലും ഉണ്ടാവും. അത് പിന്നെ ഗ്രില്ലാണല്ലോ. നമ്മുടെ സംഗതി ഏകദേശം വെന്തിട്ടുണ്ട്. വേണ്ട, നല്ലോണം വെന്തിട്ടുണ്ട് സംഭവം. നമുക്ക് എടുക്കതിന് ഇനി വെച്ചാൽ കരി. നല്ലോണം വന്നിട്ടുണ്ട്, പൊട്ടി വന്നിട്ടാ. എടുത്തോ. നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ഇനി അടിക്കാൻ തുടങ്ങാം. ഇപ്പോഴി ലക്ഷ്മണ നാരങ്ങ പിഴി. അപ്പോൾ നമ്മുടെ രതീഷ് കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. എവിടെയാണ് രതീഷ് പോയിട്ടുണ്ടായിരുന്നത്? സിക്കിമിലായിരുന്നു. സിലിഗുരി. അവിടെ ജോലിക്ക് പോയതാണ് പുള്ളി. ഇപ്പോൾ വന്ന രതീഷ് വന്ന് നമ്മൾ വിടില്ല പിന്നെ. അപ്പം നാരങ്ങ നമ്മൾ നല്ലപോലെ പിഴിഞ്ഞിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞാൽ ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സ്റ്റാർട്ട്. എന്തല്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടതാ. നമുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടതാ. അതാ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇത് പോയി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോയി കളയും. അപ്പോൾ ഇതിൽ മട്ടൺ ഗ്രില്ല് ആദ്യമായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ആളുകളായിരിക്കണം പറയും. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട് നേരത്തെ ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ശരിക്കും ടേസ്റ്റ് ആണ് റോഫ. ഇതാ ശരിക്കും നല്ല പൂമ്പഴം പോലെ വന്നിട്ടുണ്ടതാ. വെറുതെ പിച്ചുമ്പളങ്ങി വരുന്നതാ. ഇതൊക്കെ എടുത്തിട്ട് കഴിക്കും. ഉള്ളി സാധനങ്ങളൊക്കെ രതീഷ് എങ്ങനെയുണ്ട് പറയും ശരിക്കും? ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും? അടിപൊളിയാ, സൂപ്പറാണ്. മസാല കൂട്ടൊക്കെ അടിപൊളിയാണ്. നമ്മുടെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കും. വരും വാ, എല്ലാവരും ഇരിക്കും. അവരിപ്പോൾ സ്കൂളിലോട്ട് വന്നാണ്. സ്കൂളിൽ പോയാണ് ആളുകൾ. വാ വാ. പിച്ചിട്ട് രതീഷ കുട്ടികൾ കഴിക്കും. ലക്ഷ്മണോട് ചോദിച്ചിട്ടെ എങ്ങനെ ലക്ഷ്മണ നമ്മുടെ സംഭവം അടിപൊളിയാണ്. അടിപൊളിയല്ലേ? വേവൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായി വന്നിട്ടുണ്ട്. കടിച്ചു വലിക്കുന്നതാണ് സുഖം. ഒരു എല്ല് റെഡിയായി.
കിളി ഭയങ്കര അധ്വാനം. നല്ല ഇഷ്ടപ്പെട്ടാ അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾ തീർത്തു. നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്തറിയോ, ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ മേലെ വളരെ പതുക്കെ തിരിച്ചും മറിച്ചും വിട്ട് നല്ലപോലെ വേവിച്ചെടുത്താണ്. അല്ലെങ്കിൽ ഇത്രയും വേവില്ല. പിന്നെ ചിക്കൻ വേവിക്കും പോലെയല്ല, ചിക്കൻ ഗ്രില്ല് ചെയ്യും പോലെയല്ല മട്ടൻ ഗ്രില്ല് ചെയ്യുക. മട്ടൻ പതുക്കെ സമയമെടുത്ത് ഇത്തിരി ഹൈറ്റ് കൂട്ടി വെച്ച് പതുക്കെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഓക്കെ, എന്തായാലും സംഗതി അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ്, വ്യത്യസ്തമായ ഫീലാണ്. പോകൻ്റെയും എന്താ പറയുക, അങ്ങനെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.